ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞാൽ ഈ സമുദായത്തിൽ ഏറ്റവും ശ്രേഷ്ഠവാനായ വ്യക്തി ഒന്നാം ഖലീഫ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. മുസ്ലിം ലോകത്ത് തർക്കമില്ല. എന്നാൽ സഹോദരങ്ങളെ, ആ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് ശേഷം രാജ്യം ഭരിക്കുകയാണ്. തൻ്റെ ഭരണത്തിൻ്റെ അവസാന നാളിൽ തനിക്ക് കലശമായ രോഗം വരുന്നു. ആ രോഗത്തിൽ താൻ മരിക്കുമെന്ന് മഹാനവറുകൾ മനസ്സിലാക്കുന്നു. ഉടനെ അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്നോ, അതാ തൻ്റെ കൂട്ടുകുടുംബാദികളെയും വേണ്ടപ്പെട്ട സ്വഹാബികളെയും വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് മഹാനവറുകൾ നടത്തുന്ന ഉപദേശമുണ്ട്, ഒരു വസീയത്തുണ്ട്. നോക്കൂ നിങ്ങൾ, 1100 കൊല്ലം മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥം, ഇന്നലെ ഉണ്ടായതല്ല, സമസ്ത രൂപീകരിച്ചതിൻ്റെ ശേഷമുള്ള ഗ്രന്ഥമല്ല, 1100 വർഷം മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥം. അതിൽ കാണാം, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇദാ മിത്തു വഫറഗ്തും മിൻ ജിഹാസി, ഈ രോഗത്തിൽ ഞാനങ്ങ് മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കുളിപ്പിക്കണേ, കഫൻ ചെയ്യണേ, എൻ്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കണം. എന്നിട്ടോ ഫഹ്മിലൂനി, എന്നെ നിങ്ങൾ ചുമന്നു കൊണ്ടുപോകണം മറവു ചെയ്യാൻ. എവിടെയാണ് മറവു ചെയ്യേണ്ടത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറവു ചെയ്യപ്പെട്ട ആയിഷത്ത് ബീവി റളിയല്ലാഹു അൻഹയുടെ ആ റൂമില്ലേ, അവിടെയാണ് എന്നെ മറവു ചെയ്യേണ്ടത്. മറവു ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഹത്താ തഖിഫൂ ബിബാബിൽ ബൈത്തില്ലദീ ഫീഹി ഖബ്റുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഖബർ ശരീഫുള്ള റൂമിൻ്റെ ആ മുൻവശത്ത് എത്തിയാൽ ഫഖിഫൂ ബിൽ ബാബ്, ആ വാതിലിൻ്റെ അരികിൽ നിങ്ങളൊന്ന് നിൽക്കണം. വഖൂലൂ, എന്നിട്ട് നിങ്ങൾ പറയണം, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഹബീബായ റസൂലിന് നിങ്ങൾ സലാം പറയണം. എന്നിട്ട് ഖബറിലുള്ള റസൂലുള്ളാഹിയെ വിളിച്ചുകൊണ്ട്, വഫാത്തായ നബി തങ്ങളെ വിളിച്ചുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം? എന്നെ അവിടെ മറവു ചെയ്യാൻ വേണ്ടി സമ്മതം ചോദിക്കണേ. വഫാത്തായ നബി തങ്ങളെ വിളിച്ച് ഖബറില്ലാ റസൂലിൻ്റെ ചാരത്ത് മറവു ചെയ്യാൻ വേണ്ടി, എന്നെ മറവു ചെയ്യാൻ വേണ്ടി നിങ്ങളൊന്ന് സമ്മതം ചോദിക്കണേ. സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. എന്നിട്ട് മഹാൻ പറയുന്നു, ഇദാ ഫഇന്നദിന ലക്കും വഫുതിഹൽ ബാബ്, ആരംഭ റസൂലുള്ളാഹി തങ്ങൾ ഖബർ ഷരീഫിൽ നിന്ന് നിങ്ങൾക്ക് സമ്മതം നൽകിയാൽ, നിങ്ങൾ റസൂലുള്ളാഹിനെ വിളിച്ച് സമ്മതം ചോദിക്കുമ്പോ നിങ്ങൾക്ക് സമ്മതം നൽകുകയാണെങ്കിൽ ഫഅദ്ഖിലൂനി വദ്ഫിനൂനി, ആ റൂമിലേക്ക് എന്നെ നിങ്ങൾ പ്രവേശിപ്പിച്ചോളൂ, അവിടെ നിങ്ങൾ എന്നെ മറവു ചെയ്തോളൂ. ആരാണിത് പറയുന്നത്? തൗഹീദ് അറിയാത്തവരാണോ? ശിർക്ക് പഠിക്കാത്തവരാണോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഒന്നാം ഖലീഫ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖബറിലുള്ള ഹബീബിനെ നിങ്ങൾ വിളിക്കണേ, വിളിച്ചിട്ട് സമ്മതം ചോദിക്കണം. സമ്മതം ചോദിക്കുമ്പോ ഈ സമ്മതം ചോദിക്കുന്ന ഈ പരിപാടി, അല്ലെങ്കിൽ ഖബറിലുള്ള റസൂലുള്ളാഹിയെ വിളിക്കുന്ന പരിപാടി, അത് ശിർക്കാണെന്നല്ല പറയുന്നത്, കുഫ്റാണെന്നല്ല, തൗഹീദിന് വിരുദ്ധമാണെന്നല്ല, അത് ഇസ്ലാമാണ്, അത് തൗഹീദാണ്, അത് ഈമാനാണ്. എന്നിട്ട് സിദ്ദീഖുൽ അക്ബർ പഠിപ്പിക്കുന്നത് എന്താ? ഫഇൻ അദിന ലക്കും, ആ ഖബറിൽ നിന്ന് റസൂലുള്ളാഹി നിങ്ങൾക്ക് സമ്മതം നൽകിയാൽ എങ്കിൽ മാത്രമേ എന്നെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാവൂ. അപ്പൊ എന്താണ് അതിൻ്റെ അർത്ഥം? റസൂലുള്ളാഹിയെ വിളിക്കുമ്പോ ആ ഹബീബ് അത് കേൾക്കുന്നു, ഹബീബ് റസൂലുള്ളാഹി അതിന് ഉത്തരം ചെയ്യുന്നു.
മുജാഹിദുകൾ സാധാരണ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വചനമില്ലേ, സൂറത്തുൽ ഫാത്തിറിലെ 14-ാമത്തെ വചനം, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബൂ ലക്കും. അവരെ നിങ്ങൾ വിളിച്ചാൽ അവർ കേൾക്കൂല, അവർ കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യൂല. സഹോദരങ്ങളെ, മുജാഹിദുകൾ ഈ ആയത്ത് ഓതിക്കൊണ്ടാണ് റസൂലുള്ളാഹിയെ വിളിക്കുന്നതിന്, ശൈഖിനെ ബദരീങ്ങളെ വിളിക്കുന്നതിന്, അമ്പിയാക്കളെയും ഔലിയാക്കളെയും വിളിക്കുന്നതിനെ എതിർക്കുന്നതെങ്കിൽ ഈ പരിശുദ്ധമായ ഖുർആനിക സൂക്തം ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ നുബൂവത്തിന്റെ നാക്കിൽ നിന്ന് നേരിട്ട് കേട്ട് പഠിച്ച സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരാണ് പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹിയെ നിങ്ങൾ വിളിക്കണം, വിളിക്കുമ്പോൾ റസൂല് കേൾക്കും, കേൾക്കുമ്പോൾ റസൂല് ഉത്തരം ചെയ്യും. അത് ഈ ആയത്തിനെതിരല്ല, ഖുർആനിലെ ഒരൊറ്റ ആയത്തിനും എതിരല്ല. സ്വഹാബത്ത് പഠിപ്പിച്ച തൗഹീദാണിത്. കേരളത്തിലെ മുജാഹിദുകൾ പഠിപ്പിച്ച തൗഹീദ്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പഠിപ്പിക്കുന്ന തൗഹീദ് വേണ്ട, തബ്ലീഗ് ജമാഅത്തുകാർ പഠിപ്പിക്കുന്ന തൗഹീദ്, അത് മുസ്ലിമീങ്ങൾ പഠിപ്പിച്ച തൗഹീദിനെതിരാണ്. തബ്ലീഗ് ജമാഅത്തിന്റെ പുസ്തകമാണിത്. ദേവ്ബന്ദ് പണ്ഡിതന്മാർ, നവോത്ഥാന ശില്പികൾ അള്ളാഹുവിന്റെ റസൂലിനെ വിളിക്കാൻ പാടില്ല, മഹാത്മാക്കളെ വിളിക്കാൻ പാടില്ലെന്ന് മലയാളത്തിൽ എഴുതി വെച്ചിട്ടുള്ളവരാണ് തബ്ലീഗ് ജമാഅത്തുകാർ. വഹാബിസത്തിന്റെ പതിപ്പാണത്. സഹോദരങ്ങളെ, ഈ പ്രസ്ഥാനങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഈ ആശയങ്ങളുണ്ടല്ലോ, തീർച്ചയായും അത് സ്വഹാബത്തിന് പരിചയമില്ല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പരിചയമില്ല. മഹാൻ പറഞ്ഞതെന്താണ്? എന്നെ അവിടെ മറവു ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഹബീബിനോടൊന്ന് സമ്മതം ചോദിക്കണേ. ഫഇൻ അദിനലക്കും, റസൂലുള്ളാഹി നിങ്ങൾക്ക് സമ്മതം നൽകിയാൽ നിങ്ങൾ ഫദ്ഖിലൂനി ഫദ്ഫിനൂനി, ആ റൂമിലേക്ക് പ്രവേശിപ്പിച്ചോളൂ, അവിടെ വെച്ച് അവിടെ നിങ്ങൾ എന്നെ മറവു ചെയ്തോളൂ. ഇനി വഇല്ലം യുദല്ലക്കും, നിങ്ങൾക്ക് അവിടെ നിന്ന് സമ്മതം കിട്ടിയിട്ടില്ലെങ്കിലോ ഫഅഖ്രിജൂനി ഇലൽ ബഖീഅ് വദ്ഫിനൂനി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്നെ നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോകണം, റസൂലിന്റെ സമ്മതമില്ലാതെ എന്നെ നിങ്ങൾ മറവു ചെയ്യരുതേ, എന്നെ നിങ്ങൾ കൊണ്ടുപോകണം. എങ്ങോട്ട് കൊണ്ടുപോകണം? ജന്നത്തുൽ ബഖീഇൽ മുസ്ലിമീങ്ങളെ പൊതുവായി മറവു ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം, അവിടെ നിങ്ങൾ എന്നെ മറവു ചെയ്യണേ. മഹാനായ സിദ്ദീഖുൽ അക്ബർ വസിയ്യത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ രോഗത്തിൽ വെച്ച് മഹാനവറുകൾ വഫാത്താകുന്നു. സ്വഹാബികൾ അതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുളിപ്പിക്കുന്നു, കഫൻ ചെയ്യുന്നു. ഉമറുൽ ഫാറൂഖിന്റെ നേതൃത്വത്തിൽ അവിടെ അതാ ജനാസ നിസ്കാരം നിർവഹിക്കുന്നു. നിസ്കാരം കഴിഞ്ഞപ്പോൾ സ്വഹാബത്ത് അതാ അവരുടെ ജനാസയുമായി പോവുകയാണ്. എങ്ങോട്ടാ പോകുന്നത്? ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ ഷരീഫിന്റെ മുന്നിലേക്ക് എത്തുന്നു. അങ്ങനെ ഫഫഅലു, അവർ അപ്രകാരമൊക്കെ ചെയ്തു. ഫലമ്മാ വഖഫൂ ഫിൽ ബാബ്, ആ വാതിലിലെത്തിയപ്പോ അവർ പറയുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഹാദാ അബൂബക്കറിൻ ബിൽ ബാബി യസ്തഅദിനുക യാ റസൂലല്ലാഹ്. നബിയേ, ഇത് സിദ്ദീഖുൽ അക്ബറിന്റെ ജനാസയാണ്, തങ്ങളോട് സമ്മതം ചോദിക്കുന്നു. നബിയേ, തങ്ങളെ സമ്മതമുണ്ടെങ്കിലേ ഇവിടെ ഞങ്ങളോട് മറവു ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. മഹാനവറുകളുടെ വസിയ്യത്ത് സ്വഹാബത്ത് നടപ്പിലാക്കുന്നു. ഒരൊറ്റ സ്വഹാബിയെങ്കിലും പറഞ്ഞോ, വഫാത്തായ നബി തങ്ങളെ വിളിക്കലും, നബിയോട് സഹായം തേടലും, ആവശ്യ പൂർത്തീകരണത്തിന് വല്ലതും ചോദിക്കലും അത് ശിർക്കാണ്, അത് കുഫ്റാണ്, അരുതരുതേ, പാടില്ലേ, ഒരാളും പറഞ്ഞിട്ടില്ല. സ്വഹാബത്ത് റസൂലുള്ളാഹിയെ വിളിച്ച് സമ്മതം ചോദിക്കുന്നു. എന്തുണ്ടായി സഹോദരങ്ങളെ? സമ്മതം അങ്ങ് ചോദിച്ചപ്പോൾ അതാ ഖബറിൽ നിന്ന്, ഹബീബിന്റെ ഖബർ ഷരീഫിൽ നിന്ന് സമ്മതം വരുന്നു. വസുമിഅ ഹാതിഫുൻ മിൻ ദാഖിലിൽ ഖബരി,
മിൻ ദാഖിലിൽ ബൈത്തി, ആ റൂമിന്റെ ഉൾഭാഗത്ത് നിന്ന് സമ്മതം കിട്ടുന്നു. അവിടുന്ന് പറയുകയാണ്, അവരൊരു അശരീരി കേൾക്കുന്നു, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ് ഫഇന്നൽ ഹബീബ ഇലൽ ഹബീബി മുഷ്താഖ്. ഹബീബായ, എൻ്റെ ഹബീബായ സിദ്ദീഖിനെ അവരുടെ ഹബീബിൻ്റെ ചാരത്തേക്ക് നിങ്ങളൊന്ന് പ്രവേശിപ്പിക്കുവീൻ. ഹബീബും തമ്മിൽ സംഗമിക്കാൻ കൊതിയാവുന്നു. ഹബീബിന്റെ ഖബർ ഷരീഫിൽ നിന്ന് സമ്മതം കിട്ടുന്നു. വംഫതഹൽ ബാബു, ആ റൂമിലെ വാതിലതാ അടഞ്ഞു കിടന്നിരുന്ന വാതിൽ മലർക്കെ തുറയുന്നു. സ്വഹാബത്ത് സിദ്ദീഖുൽ അക്ബറിന്റെ ജനാസ ആ റൂമിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അവിടെ മറവു ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് രേഖപ്പെടുത്തി വെച്ചതാരാണ്? ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദല്ല, താജുൽ ഉലമയല്ല, ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദല്ല, 1100 കൊല്ലം മുമ്പ് ജീവിച്ച പണ്ഡിതൻ. തൻ്റെ വിശ്രുതമായ ഗ്രന്ഥം അശ്ശരിയ, ഇമാം അബൂബക്കറിൽ ആജുരി തങ്ങൾ തൻ്റെ കിതാബു ശരിയയിൽ ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. 1100 കൊല്ലം മുമ്പ് ജീവിച്ച പണ്ഡിതൻ അവരെഴുതിയ കിതാബാണിത്. അതിലാണിത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്, ഒരു കിതാബിലല്ല. ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി വെക്കുന്നു. ഇമാം അല്ലാമ നിസാമുദ്ദീൻ നൈസാബൂരി രേഖപ്പെടുത്തി വെക്കുന്നു. ഇമാം അലിയുൽ ഹിന്ദ് കൻസുൽ ഉമ്മാലിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഒരു ഡസനിലേറെ പണ്ഡിതന്മാർ ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. ഒരാളെങ്കിലും പറഞ്ഞോ ഇത് ശിർക്കാണെന്ന്, ഇത് കുഫറാണെന്ന്, ഇത് അബൂജഹലിനെ പോലെ ആകുന്ന കൊടിയ ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഇതിന്റെ സനദുകൾ അഭിപ്രായ വ്യത്യാസമുള്ള പണ്ഡിതന്മാർ, ചില അഭിപ്രായങ്ങൾ പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അവർ പോലും പറഞ്ഞിട്ടില്ല ഇത് ശിർക്കാണ്, ഇത് കുഫറാണ്, ഇത് തൗഹീദിന് നിരക്കാത്തതാണ് എന്ന് ഒരൊറ്റ പണ്ഡിതനും പറഞ്ഞിട്ടില്ല. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ തൗഹീദ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു പഠിപ്പിക്കുന്ന തൗഹീദ്.